ഹായ് ഓൾ. സെറ്റിന്റെ ജൂലൈ 2026 എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബി.എഡ് ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ളവർക്ക്, തീർന്നു നിൽക്കുന്ന ആളുകൾക്ക്, അതേപോലെ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതി കഴിഞ്ഞ് തേർഡ് സെമസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ജൂലൈ 2026 സെറ്റ് എക്സാം. അതേപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് കിട്ടാൻ കാത്തിരിക്കുന്നവരൊക്കെ ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് സെറ്റ് എഴുതിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത്തരത്തിലുള്ള അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ സെറ്റിന്റെ ജൂലൈ 2026 നോട്ടിഫിക്കേഷൻ ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷന്റെ ആ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് ജൂലൈ 2026 സംസ്ഥാനതല പ്രസിദ്ധീകരണത്തിന് വേണ്ടി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന യോഗ്യതാ നിർണയ പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ LBS സെന്ററിനെയാണ്, LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിനെയാണ് ഈ എക്സാം നടത്താനായിട്ട് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവരുടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസും സിലബസും എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ എല്ലാം അവിടെ നമുക്കുണ്ട്. അപ്പൊ PGക്ക് 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ്, B.എഡുമാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. ചില വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ B.എഡ് വേണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൊമേഴ്സ്, സോഷ്യോളജി, അതുപോലെ നമ്മുടെ സൈക്കോളജി പോലുള്ള ചില വിഷയങ്ങളിൽ B.എഡ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് എഴുതാനായിട്ട് സാധിക്കും. ജർമ്മൻ, അങ്ങനത്തെ കുറെ ടോപ്പിക്കുകളുണ്ട്, കുറെ സബ്ജക്റ്റുകളുണ്ട്. LTTC, DLED തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവരെ സെറ്റിന് പരിഗണിക്കാവുന്നതാണ്. SC/ST വിഭാഗത്തിൽ പെടുന്നവർക്കും PWD വിഭാഗത്തിൽ പെടുന്നവർക്കും ബിരുദാനന്തര ബിരുദത്തിന് 5% മാർക്കിളവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ബിരുദാനന്തര ബിരുദത്തിന് മാർക്കിളവുള്ള വിഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇതാണ് ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടിസ്ഥാന യോഗ്യതയിൽ ഒന്ന് മാത്രം നേടിയവർക്ക്, അതായത് B.എഡ് നേടി PG ഇല്ല, അല്ലെങ്കിൽ PG കഴിഞ്ഞു B.എഡ് നേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് രണ്ട് സാധ്യതകളാണ് അവിടെ ഉള്ളത്. PG ഉണ്ട്, B.എഡ് ഇല്ലെങ്കിൽ B.എഡ് കോഴ്സിന്റെ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അതായത് സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് തേർഡ് സെമസ്റ്ററിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ സെറ്റ് എക്സാം എഴുതാൻ പറ്റും. ഇനി അവസാന വർഷം PG ഉള്ളവരാണ്, B.എഡ് ഓൾറെഡി കഴിഞ്ഞ് PG ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവസാന വർഷം PGക്കൊപ്പം നിങ്ങൾക്ക് നെറ്റ് എഴുതാം. അതുപോലെ തന്നെ സെറ്റും അതിന്റെ കൂട്ടത്തിൽ എഴുതാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ നിബന്ധന പ്രകാരം നിങ്ങൾ സെറ്റ് എഴുതി ക്വാളിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PG B.എഡ് പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ ഒരു വർഷത്തിനകം നേടിയിരിക്കണം. ഉദാഹരണത്തിന് മെയ് 1 സപ്പോസ് മെയ് 1 നമ്മുടെ റിസൾട്ട് വരുമെന്ന് വിചാരിക്കുക. 2026 2027 മെയ് 1 മുൻപായിട്ട് നിങ്ങൾ ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റും LBS സെന്ററിൽ വെരിഫിക്കേഷൻ എത്തിച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തവണ ക്വാളിഫൈഡ് ആയതായിട്ട് അവർ അംഗീകരിക്കില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വർഷങ്ങളായിട്ട് പറയുന്നതാണ് നോട്ടിഫിക്കേഷനിൽ, ഇത്തവണയും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 24/4/2026 മുതൽ, അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന 24-ാം തീയതിയാണ്. ഇന്ന് മുതൽ 22/5/2026 വരെ, മെയ് 22 വരെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ജനറൽ വിഭാഗത്തിലും അതുപോലെ OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരീക്ഷാ ഫീസ് ഇനത്തിൽ 1300 രൂപ അടയ്ക്കണം. SC/ST PWD വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ 750 രൂപ ഫീസ് ഓൺലൈനായിട്ട് ഇവർക്ക് അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. PWD വിഭാഗത്തിൽപ്പെടുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, SC/ST വിഭാഗത്തിൽപ്പെടുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, OBC നോൺ ക്രീമിലെയർ വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ എന്നിവ സെറ്റ് പാസ്സാകുന്ന പക്ഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. 2025 ഏപ്രിൽ 25-നും 2026 മെയ് 22-നും ഇടയിൽ നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നേടിയെടുത്തിരിക്കണം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിനൊപ്പം തന്നെ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലൈ ചെയ്ത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് എക്സാമിന്റെ വെരിഫിക്കേഷൻ അവിടെ നടത്തി തരും എന്നുള്ളതാണ്. PWD വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം മെയ് 30-ന് മുൻപ് തിരുവനന്തപുരം LBS സെന്ററിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. ഓൺലൈനായിട്ട് അത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. PWD വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർ നിർബന്ധമായും LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിനുള്ള നിർദ്ദേശം നമ്മുടെ പ്രോസ്പെക്ടസിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ എല്ലാം അവിടെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ 2026 മെയ് 22 5 മണിക്ക് മുൻപായിട്ട് പൂർത്തിയാക്കണം. സാധാരണ 12 മണി എന്നൊക്കെ പറയാറുണ്ട്, ഇത് കൃത്യമായിട്ട് 5 മണിക്ക് മുൻപ് പൂർത്തിയാക്കണം എന്ന് പറയുന്നുണ്ട്. www.lbscenter.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുക, ആപ്ലിക്കേഷൻ ഒക്കെ അയക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ സൈറ്റിൽ കയറി നോക്കിയാൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ
ഇവിടെ 2 പേപ്പറുകളുണ്ട്. പേപ്പർ 1 ജനറൽ പേപ്പറും പേപ്പർ 2 സബ്ജക്ട് പേപ്പറുമാണ്. 2 പേപ്പറിലും സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ട്. ഓവറോൾ വീണ്ടും ഒരു കട്ട് ഓഫ് ഉണ്ട്. അതായത് 3 ലെവൽ കട്ട് ഓഫ് ആണ് സെറ്റ് എക്സാമിനുള്ളത്. ഓവറോൾ ഒരു കട്ട് ഓഫ് അല്ല, കേറ്ററ്റ് പോലെ അല്ല ഇത് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ജനറൽ പേപ്പറിനെ സംബന്ധിച്ചുകൊണ്ട് 120ൽ 70 മാർക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കുക. 70 അല്ല കട്ട് ഓഫ് കേട്ടോ ഞാൻ പറയുന്നത്. ജനറൽ പേപ്പറിൽ 120ൽ 70 മാർക്ക് ലക്ഷ്യം വെച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്താനായിട്ട്. സബ്ജക്ട് പേപ്പറിലേക്ക് വരുമ്പോഴും നിങ്ങൾ 120ൽ 70 മാർക്ക് ലക്ഷ്യം വെച്ച് വേണം പഠിക്കാനായിട്ട്. ഞാൻ ഇത് ലക്ഷ്യമാണ് പറഞ്ഞത്, കട്ട് ഓഫ് ഇതല്ല. കട്ട് ഓഫ് 120ൽ 48 മാർക്കാണ് ജനറൽ പേപ്പറിനും 48 മാർക്കാണ് സബ്ജക്ട് പേപ്പറിനും ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓവറോൾ വരുമ്പോൾ 240, അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, 120, 120, 240, അതിൽ 116 മാർക്ക് നേടിയാലാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് കിടക്കാൻ പറ്റുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 70 മാർക്കും മറ്റേത് കുറച്ച് കുറഞ്ഞു പോയാലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പഠിക്കുമ്പോൾ ജനറൽ പേപ്പറിനും സബ്ജക്ട് പേപ്പറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രണ്ടിനകത്തുനിന്നും ആവറേജ് ചെയ്ത് പോകുന്ന രീതിയിൽ പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഒരു കാര്യം, പഠിച്ചെടുക്കാൻ സബ്ജക്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് ജനറൽ പേപ്പർ കുറച്ചുകൂടി ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബി എഡ് കഴിയുന്നവരും ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ളവരുണ്ടെങ്കിൽ ജനറൽ പേപ്പറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. മറ്റൊരു PG ലെവൽ സബ്ജക്ട് ഉണ്ട്, അതിലൊരു മിനിമം മാർക്കിലേക്ക് എന്തായാലും എത്തണം. 70 മാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ 50 മാർക്ക് കയ്യിൽ നിന്ന് പോയാൽ പോലും ഇവിടുന്ന് രണ്ടിടത്തും 70 വെച്ച് ലക്ഷ്യം വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചാൽ സെറ്റ് ക്വാളിഫൈഡ് ആവാം. സെറ്റിന്റെ പേപ്പർ 1 എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അതിൽ 2 പാർട്ട് ഉണ്ട്, ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. അപ്പൊ സെറ്റിനെ സംബന്ധിച്ച് പേപ്പർ 1 ജനറൽ നോളജ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ പെടുന്ന 2 ടോപ്പിക്കുകളിൽ ജനറൽ നോളജ് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ 60 മാർക്ക് ക്വസ്റ്റ്യൻസ്, അങ്ങനെ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ജനറൽ നോളജിനകത്ത് നമുക്കറിയാം സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഉൾപ്പെടെ GK, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് അവിടെ ചോദിക്കുക. 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരും. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഫിലോസഫി ഉണ്ട്, റിസർച്ച് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി ഉണ്ട്, കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ബി എഡിന് പഠിക്കുന്ന എല്ലാ കണ്ടന്റും കൂടി ചേർത്തിട്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. പേപ്പർ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ PG ലെവൽ വരെയുള്ള സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാം. +2 തൊട്ട് PG ലെവൽ വരെയുള്ള എന്ത് ചോദ്യങ്ങൾ നമുക്ക് അവിടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് സിലബസിനെ ബേസ് ചെയ്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. 120 മിനിറ്റ് വീതമാണ് പേപ്പർ 1ഉം പേപ്പർ 2ഉം, അതായത് 2 പരീക്ഷയായിട്ട് നടത്തുന്നത്. ഒറ്റ എക്സാം തന്നെ. രാവിലെ ജനറൽ പേപ്പർ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സബ്ജക്ട് പേപ്പർ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നടത്തും. 2 OMR ഷീറ്റിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷം വാലുവേറ്റ് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് നോക്കും, സെപ്പറേറ്റ് കട്ട് ഓഫ് നോക്കും. ദെൻ ഓവറോൾ വീണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ കട്ട് ഓഫും നോക്കി അങ്ങനെയാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയോ ഇല്ലയോ എന്ന് LBS സെന്റർ തീരുമാനിക്കുന്നത്. പേപ്പർ 1 120 മിനിറ്റ് 120 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്നുള്ള രീതിയിലാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം നടത്തുമ്പോൾ 120 ക്വസ്റ്റ്യൻ 120 മാർക്കാണ് സാധാരണ എല്ലാ സബ്ജക്റ്റിനും ഉള്ളത്. പക്ഷെ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റുകാർക്ക് 80 ക്വസ്റ്റ്യനും 120 മാർക്കാണ്. 1.5 മാർക്ക് ഇതാണ് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത്രയും വിഷയങ്ങളിലായിട്ടാണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ കോഡൊക്കെ കൊടുക്കണം, സബ്ജക്റ്റിന്റെ കോഡൊക്കെ കൊടുക്കണം. അതിൽ നിങ്ങൾക്ക് അറബി, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജിയോളജി, ജർമ്മൻ, ജോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മലയാളം, മാത്സ്, മ്യൂസിക്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, റഷ്യൻ, സംസ്കൃത്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സിറിയക്, ഉറുദു, സുവോളജി, ജനറൽ പേപ്പർ, ബയോടെക്നോളജി, ഇത്രയും കോഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണെന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ ബയോടെക്നോളജിയിൽ PG നേടിയവരാണെങ്കിൽ സുവോളജിയുടെയും ബോട്ടണിയുടെയും സെറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് ബയോടെക്നോളജിയുടെ സെറ്റ് മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. പാസ് മാർക്കിന്റെ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞു. ജനറൽ പേപ്പറിനകത്ത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ പേപ്പർ 1ന് 40% മാർക്ക്, ശതമാനമാണ് കൊടുത്തിരിക്കുന്നത്. പേപ്പർ 2വിലും 40% മാർക്ക്. ഓവറോൾ വീണ്ടും 48% മാർക്ക്. 120, 120, 240 നോക്കുമ്പോൾ 48% മാർക്ക്. അത് മാർക്കാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ 1ന് 48 മാർക്ക്, പേപ്പർ 2വിന് 48 മാർക്ക്, ഓവറോൾ 116 മാർക്ക്. OBCയിലേക്ക് വന്നു കഴിഞ്ഞാലോ 35%, 35%, 45% എന്നാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഡിഫറൻഷ്യൽ ഏബിൾഡ് SC/ST വന്നു കഴിഞ്ഞാൽ 35%, 35%, 40% എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് അവിടെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ അവസാന വർഷങ്ങളിൽ നടന്നിട്ടുള്ള എക്സാമുകളെ വിലയിരുത്തൽ LBS സെന്റർ സൈറ്റിൽ നമുക്ക് PYQs കിട്ടും. എൻട്രിയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള കോഴ്സുകൾ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും ജനറൽ പേപ്പറിന്റെയും നൽകുന്നുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, സോഷ്യോളജി, ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇവാലുവേഷൻ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ, ഈ മേഖലയിൽ നിന്ന് ഉള്ള മാർക്ക് നോർമലി ഉള്ള എക്സാമുകളിൽ എത്ര മാർക്ക് റേഞ്ചിലാണ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഓരോന്നിൻ്റെയും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ
ആവറേജ് ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ സൈക്കോളജിയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഉള്ളത് ഓഫ് കോഴ്സ് ടെക്നോളജി ഭാഗത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പോളിസീസ് എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ റിസർച്ചിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ, ഇവാലുവേഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യനും വരാറുണ്ട്. അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട്. 2025 ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്താലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാൻ പറ്റുക. 2026 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു രീതി തന്നെ കാണാൻ പറ്റും. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി GK-യിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ സയൻസിൽ നിന്ന് 9 മുതൽ 10 ക്വസ്റ്റ്യൻ വരെയാണ് നോർമലി കാണാറുള്ളത്. മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി 10 to 11 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇംഗ്ലീഷിൽ 6 to 7 ക്വസ്റ്റ്യനും സോഷ്യൽ സയൻസ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും 32 to 35 ക്വസ്റ്റ്യൻസ് സോഷ്യൽ സയൻസ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഇയറിൽ നോക്കിയാലും നിങ്ങൾക്ക് അതേ റേഞ്ചിലൊക്കെ തന്നെ ഏകദേശം ആ ക്വസ്റ്റ്യൻസിനെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്, ജനറൽ പേപ്പറിന് 120-70 ലക്ഷ്യം വയ്ക്കുക, സബ്ജക്ട് പേപ്പറിന് 120-70 ലക്ഷ്യം വയ്ക്കുക. നിങ്ങൾക്ക് 116 ഓവറോൾ കട്ട് ഓഫ് കടക്കാൻ പറ്റും. സെപ്പറേറ്റ് കട്ട് ഓഫ് 48 വെച്ചും കടക്കാനായിട്ട് പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട അത്ര മാർക്കാണ്, അത് വെച്ച് വേണം പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു രീതിയിൽ തന്നെയാണ് എൻട്രിയിലെ കോഴ്സുകളും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച കോഴ്സുകൾ നിങ്ങൾക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.